സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ, ജീവിതം കരുപ്പിടിപ്പിക്കാൻ നാടും വീടും വിട്ട് അങ്ങകലേക്ക് പറക്കുന്നവർ, പ്രവാസികൾ. നാട്ടിൽ നിൽക്ക്, ഉള്ളതുകൊണ്ട് ജീവിക്കാമെന്ന് ഭാര്യ പറയുമ്പോഴും, നേരത്തിന് വല്ലതും കഴിക്കണേ മോനെ എന്ന് അമ്മ പറയുമ്പോഴും, ഇപ്പോൾ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ മോനെ എന്ന് അച്ഛൻ പറയുമ്പോഴും, ഒന്നിച്ച് ജീവിക്കാനുള്ള കൊതിക്കും നിഷ്കളങ്കമായ സ്നേഹത്തിനും ജീവിതം കണ്ടവൻ്റെ കരുതലിനുമിടയിൽ പ്രവാസി ഉത്തരം കിട്ടാതെ ജീവിക്കുന്നു. നാട്ടിലേക്ക് വന്നാലുള്ള കൂടിച്ചേരലുകളും ആഘോഷങ്ങളും സ്നേഹാനുഭവങ്ങളും അവരുടെ പ്രതീക്ഷയാണ്. സ്വരുക്കൂട്ടി വെച്ചതുകൊണ്ടൊരുക്കുന്ന കൂരയിൽ താമസിക്കുക എന്നത് വലിയ സ്വപ്നമാണ്. വളർച്ചയുടെ ചില ഘട്ടങ്ങളിൽ മാത്രം കാണുന്ന മക്കളുടെ മികച്ച വിദ്യാഭ്യാസം അവരുടെ ലക്ഷ്യമാണ്. കടബാധ്യതകൾ തീരുന്ന നാളുകൾ അവരുടെ സ്വപ്നമാണ്. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുന്നവർ, പ്രയത്നിക്കുന്നവർ, പോരാടുന്നവർ, പ്രവാസികൾ. കുവൈറ്റ് കരയിപ്പിക്കുകയാണ്. 40ഓളം പേരുടെ ജീവനില്ലാതായ തീപിടുത്തം. ഭാരതീയരെന്നോ കേരളീയരെന്നോ തരംതിരിക്കുന്നില്ല. ഇല്ലാതായത് അത്രയും കുടുംബങ്ങളുടെ സകല പ്രതീക്ഷകളും സ്വപ്നങ്ങളും. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ മിഴികളിൽ നിന്നും ഉതിർന്നു വീഴുന്ന മിഴിനീർത്തുള്ളികൾ ഒരു ദുഃഖമഴയായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പെയ്തിറങ്ങുകയാണ്. പിറന്ന നാട്ടിലേക്ക്, വളർന്ന നാട്ടിലേക്ക് അവർ മടങ്ങിയെത്തുകയാണ് ചേതനയറ്റ ശരീരവുമായി. നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഒത്തൊരുമയുടെ നവനന്മ മാതൃകകൾ സമൂഹത്തിന് സമ്മാനിച്ചവരാണ് നമ്മൾ. പ്രാർത്ഥനയിൽ ഓർക്കാം അവരെ. ബാക്കി വച്ച സ്വപ്നങ്ങളിൽ ചിലതെങ്കിലും കൂട്ടായ്മയിലൂടെ സഫലമാക്കാം. നഷ്ടപ്പെട്ടതിന് പകരമാകില്ലെങ്കിലും ആ കുടുംബങ്ങൾക്ക് താങ്ങാകാം, കരുത്തു പകരാം. പ്രിയ സഹോദരങ്ങൾക്ക് വിടാം.